വിയൂർ സബ് ജയിലിൽ CCTV നിശ്ചലമായിട്ട് 3 വർഷമായെന്ന് വിവരാവകാശ രേഖ. 2023 ജൂൺ 12 മുതൽ ജയിലിലെ CCTV ക്യാമറകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാണെന്നാണ് തടവുകാർക്കെതിരായ അതിക്രമണ പരാതി കേസുമായി സമർപ്പിച്ച അപേക്ഷയിൽ ജയിൽ സൂപ്രണ്ട് നൽകിയ മറുപടി. CCTV സംബന്ധമായ കോടതി നിർദ്ദേശങ്ങൾ തുടർച്ചയായി ജയിൽ വകുപ്പ് ലംഘിക്കുന്നുവെന്ന് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ആരോപിക്കുന്നു. സഫാൻ VP വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സഫാൻ, ഈ CCTV പ്രവർത്തനരഹിതമായിട്ട് 3 വർഷമായി എന്ന് പറയുമ്പോൾ അതിന് മുൻപ് നടന്ന ചില സംഭവങ്ങളെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ. അവിടെ ഒരു മാവോയിസ്റ്റ് തടവുകാരന് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു NIA കോടതി ഉത്തരവ് കൂടിയുണ്ട്. CCTV പ്രവർത്തനക്ഷമമാക്കണമെന്നുള്ള നിർദ്ദേശം. പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ ഇപ്പോഴും അനുസ്യൂതം ഈ CCTV ക്യാമറകൾ പ്രവർത്തിക്കാതിരിക്കുകയും അതിന്റെ മറവിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ ജിൽസി, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇത്തരത്തിലുള്ള കോടതി വിധികൾ തന്നെയാണ്. ഈ സംസ്ഥാനത്തെ ജയിലുകളിൽ ഈ CCTV പ്രവർത്തനരഹിതമാവുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോടതിക്ക് വലിയ അതൃപ്തി, പ്രത്യേകിച്ച് ജിൽസി സൂചിപ്പിച്ചതുപോലെ വിയൂരിലെ തന്നെ അതിസുരക്ഷാ ജയിലുമായി ബന്ധപ്പെട്ട് ഒരു 2 തടവുകാർക്ക് മർദ്ദനമേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ജിൽസി സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തടവുകാർക്ക് മർദ്ദനമേറ്റവും ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കോടതിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. കോടതി CCTV ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ CCTV ഹാജരാക്കാൻ ജയിൽ വകുപ്പ് ജയിൽ അധികൃതർ തയ്യാറാക്കാത്ത നിരവധി കേസിൽ ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ജിൽസി നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിവരാവകാശ രേഖ പുറത്തു വരുന്നത്. ഈ 2026 ജനുവരി 26 ഈ വർഷം റിപ്പബ്ലിക് ഡേ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു സിവിൽ പ്രിസണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ഈ വിയൂർ സബ് ജയിലിൽ ജീവനക്കാരുടെ മർദ്ദനമേറ്റുന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു RTI ഫയൽ ചെയ്യുകയും അങ്ങനെയാണ് തൃശ്ശൂരിലെ വിയൂർ സബ് ജയിലിൽ കഴിഞ്ഞ 3 വർഷമായി ഇത്തരത്തിൽ CCTV പ്രവർത്തനരഹിതമാണെന്നുള്ളൊരു റിപ്പോർട്ട് സൂപ്രണ്ട് നൽകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിയൂരിലെ നേരത്തെ വിയൂർ അതിസുരക്ഷാ ജയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മീഡിയ വൺ ആയിരുന്നു പുറത്തു കൊണ്ടുവന്നിരുന്നത്. അന്ന് 2 തടവുകാരെ അതിക്രൂരമായി മർദ്ദിച്ച് ഒരു തൃശ്ശൂർ സ്വദേശിയായ മനോജിനെ ഈ പൂജപ്പുര, തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും ഈ കോയമ്പത്തൂർ സ്വദേശിയായ NIA തടവുകാരനെ അസറുദ്ദീനെ കണ്ണൂർ ജയിലിലേക്കും മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ നിരന്തരമായ ഫോളോ അപ്പ് മീഡിയ വൺ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് NIA കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അന്നേ ദിവസം നടന്ന CCTV ഫൂട്ടേജുകൾ, CCTV രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവിടെ ഉള്ള CCTV ഫൂട്ടേജുകൾ പ്രവർത്തനരഹിതമാണെന്നുള്ള മറുപടിയാണ് ജയിൽ വകുപ്പ് അന്ന് കോടതിയെ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ഈ വിഷയത്തിൽ കർശന നിർദ്ദേശം ജയിൽ വകുപ്പിന് നൽകിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വാർത്തയെ വായിക്കേണ്ടത്. തൃശ്ശൂർ സബ് ജയിലിൽ 3 വർഷമായിട്ട് CCTV പ്രവർത്തിക്കുന്നില്ല എന്നൊരു വാർത്തയാണ് പുറത്തു. അപ്പോൾ എല്ലാ കോടതി വിധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് 3 വർഷമായിട്ടും ആ CCTV പ്രവർത്തനക്ഷമമാക്കാൻ ജയിൽ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ചോദ്യം കൂടിയാണ് ദുരൂഹത ഉയർത്തി നിലനിൽക്കുന്നത്. സഫാൻ VP ആണ് വിവരങ്ങൾ നൽകിയത്.